നിങ്ങൾക്കറിയാവുന്നതാണ്, അതിനെപ്പറ്റി ഞാൻ വീഡിയോയും ചെയ്തിട്ടുണ്ട്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇറാനുമായിട്ട് ഒരു നെഗോഷിയേറ്റ് ചെയ്യാൻ ന്യൂക്ലിയർ വെപ്പൺസിനെ പറ്റിയും ഫർദർ ഡിപ്ലോമാറ്റിക് റിലേഷനെ പറ്റിയും സ്റ്റീഫൻ വിറ്റ്കോഫ്, അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ മിഡിൽ ഈസ്റ്റ് എൻവോയ്, അബുദാബി കിങ്ങിനെ കാണുന്നു. അത് ത്രൂ ലെറ്റർ കൊടുക്കുന്നു. അലി ഖമൈനി, അതായത് അവിടുത്തെ സുപ്രീം ഷിയ ലീഡർക്ക് കൊടുക്കുന്നു. അതായത് നെഗോസിയേഷന് തയ്യാറാണ്. ഡയറക്റ്റ് ആയിരിക്കും ടോക്സ്, മീഡിയേറ്റേഴ്സ് പാടില്ല. അതിന് താങ്കൾ തയ്യാറാണോ എന്ന രീതിയിലും, അതായത് അമേരിക്കയ്ക്ക് നിങ്ങളുടെ ശത്രുതയിൽ പോകാൻ താല്പര്യമില്ല, ഈ പറയുന്ന രാജ്യത്തും അതായത് ആ റീജിയൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഫർദർ എസ്കലേറ്റ് ചെയ്യരുത്, ആ ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനും ഇറാനിലുള്ള സാമ്പത്തിക സ്ഥിതി മാറ്റാനും സാങ്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ അമേരിക്ക തയ്യാറാണ് എന്ന് പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ടുള്ള ലെറ്ററാണ് പ്രസിഡന്റ് ട്രംപ് അലി ഖമൈനിക്ക് കൊടുക്കുന്നത്. അദ്ദേഹം അത് ഇറാൻ്റെ അബുദാബി അംബാസഡറെ വിളിച്ചിട്ട് ഈ കത്ത് കൈമാറി. ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ കൊടുക്കുന്നു, അദ്ദേഹം അലി ഖമൈനിക്ക് കൊടുക്കുന്നു. അതിനുശേഷം അലി ഖമൈനിയുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നു, അവർക്ക് അമേരിക്കയുമായിട്ട് ഒരു ടോക്സിന് തയ്യാറല്ല. അവർ പറഞ്ഞു നേരത്തെ ഉള്ള ടോക്സ് അതനുസരിച്ച് തന്നെ, അതായത് ഒബാമ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്ന ഒരു സാങ്ഷൻ ലിഫ്റ്റ് ചെയ്ത ഒരു സംഭവമുണ്ട്, അവരുടെ ന്യൂക്ലിയർ ഇത്ര പെർമിറ്റ് ചെയ്ത് ആ രീതിയിൽ പോയാൽ മതി, ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് ഇറാൻ പറഞ്ഞു. അതായത് വീണ്ടും രണ്ടാമത് അമേരിക്ക അഡ്മിനിസ്ട്രേഷൻ അതിനെപ്പറ്റി പറഞ്ഞു. കാരണം നിങ്ങൾക്കറിയാം, അമേരിക്ക അവരുടെ ബേസുകളാണെങ്കിൽ ഡിയാഗോ ഗ്രാഷ്യോ അവിടെ ആണെങ്കിലും അവർ യുദ്ധവിമാനങ്ങൾ കൊണ്ടുവന്ന് ഒരു വാറിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. സെയിം ടൈം അവർ ഹൂത്തുകളെ കയറി അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത് ലോക മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറാൻ്റെ ഈ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററും ഈ അലി ഖമൈനിയും അവരുടെ വെള്ളിയാഴ്ച നമസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു, അവർക്ക് അമേരിക്കയെ പേടിയില്ല, അവർ അമേരിക്കക്കെതിരെ അറ്റാക്ക് ചെയ്യും. അപ്പം അതും ഇങ്ങനെ ടോക്സ് 1-2 ദിവസം പോയി. അവസാനം ഇന്റർനാഷണലി പല രാജ്യങ്ങളും ഇറാനോട് പറഞ്ഞു, ഇൻക്ലൂഡിങ് റഷ്യ തന്നെ പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ആ സമയത്ത് റഷ്യ അമേരിക്കയോട് പറഞ്ഞു അവർ ഇറാനുമായിട്ട് സംസാരിച്ച് റഷ്യ ബ്രോക്കർ ചെയ്തൊരു ഡീലിൽ ഒരു സംസാരിക്കാൻ ഒരു ടേബിൾ ഒപ്പിച്ചു തരാം, അവിടെ നിങ്ങൾക്ക് സംസാരിക്കാം, റഷ്യ അത് മീഡിയേറ്റർ ആകാമെന്ന് പറഞ്ഞു. അതും അമേരിക്ക തള്ളിക്കളഞ്ഞു. അമേരിക്ക പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു, ഇറാനുമായിട്ട് ഫേസ് ടു ഫേസ് ഡയറക്റ്റ് ആയിരിക്കും, ആരും മീഡിയേറ്റേഴ്സ് പാടില്ല. ആ നിലപാടിൽ അവർ ഉറച്ചു നിന്നു. അവസാനം ഇറാൻ്റെ സുപ്രീമോ ലീഡർ അയാൾ തന്നെ സറണ്ടർ ചെയ്ത് പറഞ്ഞു, അതായത് ഇറാൻ അമേരിക്കയുമായിട്ട് നേരിട്ട് ഒമാനിൽ വെച്ച് ഒരു ന്യൂക്ലിയറിൻ്റെ കാര്യവും മറ്റുള്ള കാര്യങ്ങളും നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ന്യൂസ് റിപ്പോർട്ടുകൾ, ഈ ടെലഗ്രാഫ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് പത്രം, അത് ഇറാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ബ്രിട്ടനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, അമേരിക്ക ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വലിയ റിപ്പോർട്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും കണ്ടന്റ് പറയുന്നത്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇറാൻ തിരിച്ച് യു-ടേൺ അടിച്ചിട്ട് ഒരു ഡിസ്കഷനിലോട്ടും അമേരിക്കയോട് അവർ വാറിന് തയ്യാറല്ല, നമുക്ക് ഇരുന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം? കാരണം 4 നിലപാട് കഴിഞ്ഞ 10 ദിവസം കൊണ്ട് ഇറാൻ മാറ്റി. 1, അമേരിക്കയുമായിട്ടൊരു ഡിസ്കഷന് തയ്യാറല്ല, ഒബാമ കൊണ്ടുവന്ന് അതിലോട്ട് പോകണം. 2, ന്യൂക്ലിയർ വെപ്പൺസുമായി ബന്ധപ്പെട്ട് ഒരു പ്രീ കണ്ടീഷൻ ഡിസ്കഷന് അവർക്ക് തയ്യാറല്ല. 3, അമേരിക്ക ആദ്യം ഇറാനെതിരെയുള്ള സാങ്ഷൻ ലിഫ്റ്റ് ചെയ്യണം, അതിനുശേഷം സംസാരിക്കാമെന്നായി. 5, ഇവിടെയുള്ള ഈ റീജിയനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു മീഡിയേറ്റർ വേണം, അതായത് ഒമാൻ മീഡിയേറ്ററായിട്ട് വേണം, എന്നാൽ മാത്രമേ സംസാരിക്കൂ എന്ന് പറഞ്ഞു. ഈ 4 കണ്ടീഷൻ അവർ വേണ്ടെന്ന് വെച്ചു, അതായത് ഇറാൻ. അപ്പം കേരളത്തിലെ ഇറാനിയൻ ഫാനുകളും സുഡാപ്പികളും ഒക്കെ വലിയ ആവേശത്തോടെ പറയുമ്പോഴും ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞു, എന്താണ്
ഫർദറായിട്ട് അമേരിക്ക ചെയ്യാൻ പോകുന്നത്. കാരണം ഈ ഹൂത്തികൾക്കെതിരെ നടത്തിയ ആക്രമണം ഇറാന്റെ വെടിതീർത്തു, ഭയന്നുപോയി. കാരണം നിരന്തരമായിട്ട് അങ്ങ് ബോംബ് ചെയ്തു. ബോംബ് ചെയ്യുക മാത്രമൊന്നുമല്ല, അവരുടെ എത്രയോ പേര് കൊല്ലപ്പെട്ടു. അതിൻ്റെ അകത്ത് ഏകദേശം 65ഓളം ഇറാനിയൻ സൈനികർ ഈ ഹൂത്തികളെ സഹായിക്കാൻ യമനിലുണ്ട്, അവരും കൊല്ലപ്പെട്ടു. എന്നിട്ടാണ് ഇറാൻ ഏകദേശം 600ഓളം വരുന്ന അവർ പട്ടാളക്കാരെ പെട്ടെന്ന് യമനിൽ നിന്ന് മാറ്റുകയുള്ളൂ. അപ്പോൾ ഈ ടെലഗ്രാഫ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇറാൻ ഇത്രയും ഭയം ഉണ്ടാകാൻ കാരണം. അതായത് കഴിഞ്ഞ ഒക്ടോബറിൽ എങ്ങനെയാണ് ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്തത്. അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇല്ലാതായി. അതാണ് പ്രധാനപ്പെട്ട കാരണം. ഈ എയർ ഡിഫൻസ് സിസ്റ്റം മുഴുവനും ഇൻസ്റ്റാൾ ചെയ്തിരുന്ന വലിയൊരു ശതമാനം അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് കേപ്പബിലിറ്റി ആ പറയുന്ന ക്യാമ്പുകളുടെയൊക്കെ അടുത്ത് അണ്ടർഗ്രൗണ്ടിലാണ്. അതിൻ്റെ മുകളിലായിട്ടാണ് ഈ എയർ ഡിഫൻസ് സിസ്റ്റം അവർ ഇൻസ്റ്റാൾ ചെയ്തിരുന്നത്. ഇതെല്ലാം ഇസ്രായേൽ അടിച്ചു കളഞ്ഞു. അതുമല്ല, അവിടെ പ്രധാനപ്പെട്ട ഓയിൽ റിഫൈനറി ആണെങ്കിലും പവർ സ്റ്റേഷൻ ആണെങ്കിലും ഓയിൽ ഫെസിലിറ്റി ആണെങ്കിലും അവിടെയും ഇതേപോലെ തന്നെ ഇറാൻ എയർ ഡിഫൻസ് സിസ്റ്റം വെച്ചിരുന്നു. അതും ഇല്ലാതായി. അതാണ് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞത്, എങ്ങനെയാണ് ഇസ്രായേൽ 2.5 മണിക്കൂർ കൊണ്ട് ഇറാനെ തീർത്തത്. അവൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ലാതായി. അതേപോലെ പ്രധാനപ്പെട്ട കേപ്പബിലിറ്റീസ്, അത് ഓയിലാണെങ്കിലും ന്യൂക്ലിയർ ആണെങ്കിലും പവറാണ്, ഈ കേപ്പബിലിറ്റീസിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട വെപ്പണറി സിസ്റ്റം ഇല്ലാതായി. ഇതുകൊണ്ട് ഇറാന് അമേരിക്കയുമായിട്ട് വാറിനകത്ത് 1-2 ദിവസത്തിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇതതിൻ്റെ കാരണം. അതുകൊണ്ടാണ് ചെന്ന് കാലെ പിടിച്ചിട്ട് ഞങ്ങൾ തയ്യാറാണ് സംസാരിക്കാൻ എന്ന് പറഞ്ഞതിൻ്റെ പിറകിലുള്ള കാര്യമെന്ന് വളരെ വിശദീകരിച്ച് ബ്രിട്ടനിലെ ടെലഗ്രാഫ് പത്രം ഇറാനിൽ നിന്ന് റിപ്പോർട്ടർ പറയുന്നു, അവിടുത്തെ റിപ്പോർട്ടർ പറയുന്നു, അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ടർ പറയുന്നു, ബ്രിട്ടനൊക്കെ 3 പേര് ജോയിൻ ചെയ്തിട്ടാണ് ഈ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാം ഈ നെഗോസിയേഷൻ. അതായത് ഈ വരാൻ പോകുന്ന ആഴ്ചയിലാണ് ഈ ഒമാനിൽ വെച്ച് ഈ നെഗോസിയേഷൻ നടക്കുന്ന അമേരിക്കയും ഇറാനും ഫേസ് ടു ഫേസ്. ഈ നടക്കുന്ന സമയത്ത് ഈ ന്യൂക്ലിയർ വെപ്പൺസ് കംപ്ലീറ്റ് ഇറാൻ അത് വേണ്ട എന്ന് വെച്ചാൽ മാത്രമേ ഫർദർ സംഭവങ്ങൾ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ നെഗോസിയേഷൻ ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ ഏകദേശം 1-2 ദിവസത്തിനുള്ളിൽ, അതായത് നെഗോസിയേഷൻ കഴിഞ്ഞ് മീറ്റിംഗിന് ശേഷം, അതിനുശേഷം ഈ മീറ്റിംഗ് സസ്പെൻഡ് ചെയ്യും. എന്നിട്ട് ഇറാൻ്റെ മേളിൽ കൊണ്ട് ബോംബിടും, ശരിക്കും അങ്ങ് ബോംബിടും. ഇതോടുകൂടി ഇറാൻ എന്ന് പറഞ്ഞ രാജ്യമില്ലാതെ, ഇതും ആ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. കാരണം ഒരു കാരണവശാലും ഇറാൻ എങ്ങനെ റെസിസ്റ്റ് ചെയ്യണമെന്നും അവരുടെ ഡിഫൻസീവ് സിസ്റ്റം കംപ്ലീറ്റ് ഡിസ്മാൻഡിൽ. അതിൻ്റെ കാരണം പറയുന്നത്, ഈ റിപ്പോർട്ടിൽ പറയുന്നത്, അവരുടെ പ്രോക്സികളെല്ലാം ഇല്ലാതായി. ഇപ്പം ഈ പറയുന്ന ഹിസ്ബുള്ള ആണെങ്കിലും ഹമാസ് ആണെങ്കിലും ഹൂത്തികളാണെങ്കിലും ഈ പറയുന്ന പല പല പ്രോക്സീസ് ഉണ്ട്. ഇത് ഫ്രണ്ട് ലൈനിൽ നിൽക്കേണ്ട പ്രോക്സികളാണ്. ഇവരെല്ലാം ഇല്ലാതായി. ഇവരുടെ സപ്പോർട്ട് ഒരു കാരണവശാലും ഇറാന് കിട്ടത്തില്ല. ഇറാൻ സൈന്യത്തിൻ്റെ വെപ്പൺ കേപ്പബിലിറ്റി, എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ലാതായി. ഇവർ പറയുന്ന പല ഈ അവിടെ ഡിയോഗ ഗ്രാഷ്യോയിലോട്ട് മിസൈലിടും, അതേപോലെ ഇറാൻ നേരത്തെ ഒരു വാൺ ചെയ്തത് മിനിഞ്ഞാന്ന്. അതൊക്കെ ആരൊക്കെയാണ് അവിടെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അവരുടെ മുകളിൽ കൂടെ, അവരുടെ എയർ സ്പേസിൽ കൂടെ അമേരിക്കൻ വിമാനങ്ങൾ ഫ്ലൈ ചെയ്താൽ ആ രാജ്യങ്ങൾക്കെതിരെയും ഇറാൻ ബോംബ് ചെയ്യും. അതായത് UAE, സൗദി അറേബ്യ, അങ്ങനെ പല രാജ്യങ്ങൾ. അത് സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പറയുകയാണ്, ഞങ്ങൾ തയ്യാറാണ്. ഇതാണ് ഇതിൻ്റെ അകത്ത്. ഇതാണ് ഈ പല ആൾക്കാർക്കും ഒറ്റ നോട്ടത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാവത്തില്ല. കാരണം അവരുടെ കേപ്പബിലിറ്റിയും ഡിഫൻസും ഒക്കെ നോക്കിക്കഴിഞ്ഞാലും ഇസ്രായേൽ എങ്ങനെ അറ്റാക്ക് ചെയ്ത് ഇവനെ തൊലച്ച് നോക്കുകയാണെങ്കിലും നമ്മൾക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇറാൻ അതിനുള്ളൊരു കേപ്പബിലിറ്റി ശക്തിയൊന്നുമില്ല. അവരുടെ രാജ്യത്ത് 2 മണിക്കൂർ അവർ പവർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആ കഴിവ് പോലും ഇല്ലാത്തൊരു രാജ്യമാണ്. ഇത്രമാത്രം IRGC, റിപ്പബ്ലിക്കൻ ഗാർഡ്, ഇറാനി ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ ഗാർഡ് എന്ന് പറയുന്ന അവരുടെ സ്റ്റെൽത്ത് വെപ്പൺസ് ഇല്ല.
ഫ്ലൈ ചെയ്യാനുള്ള എയർക്രാഫ്റ്റ് ഇല്ല, ഫൈറ്റർ എയർക്രാഫ്റ്റ് ഇല്ല. ഇതെല്ലാം ഒരു ഘടകം തന്നെയാണ്. അവർ വലിയ സംഭവമായിട്ട് കണ്ടുവച്ച അവരുടെ മിസൈൽ ഈ പറയുന്ന പോലൊന്നും പ്രോപ്പറായിട്ട് ഹിറ്റാവുന്നില്ല. അവരുണ്ടാക്കിയെടുത്ത് ലോകം മുഴുവനും ഇസ്ലാമിക വേൾഡും കേരളത്തിലെ സുഡാപ്പികളും പൊക്കി കടന്ന ഡ്രോൺ എന്ന് പറയുന്ന സ്പീഡില്ല. ഇതിൻ്റെ വെപ്പണറി കേപ്പബിലിറ്റി എന്ന് പറയുന്ന ഈ പറയുന്ന പോലെ പെർഫോം ചെയ്യുന്നില്ല. കാരണം റഷ്യയിൽ ഉപയോഗിച്ചു, ഇവർ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചു, പലയിടത്തും ഉപയോഗിച്ചു. ഇതൊന്നും ഈ പറയുന്ന രീതിയിലൊന്നും നടക്കുന്നില്ല. ഇവിടെയാണ് ഇറാന് പുനർചിന്തനം വന്ന് അമേരിക്ക അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ ഈ ഷിയ എന്ന് പറയുന്ന സംഭവം ലോകത്തിലില്ലാതാകും. അതിൻ്റെ ഭയം മൂത്തിട്ടാണ് ചർച്ചയ്ക്ക് പോയിരിക്കും. പക്ഷേ എനിക്ക് ആ ചർച്ച കൊണ്ട് വലിയ പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിനുശേഷം നിങ്ങൾ സൈമൾട്ടേനിയസ്ലി മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. ഇതേ സമയം ബെഞ്ചമിൻ നെതന്യാഹു ഓവൽ ഓഫീസിൽ പ്രസിഡന്റ് ട്രംപുമായിട്ട് ഡിസ്കഷൻ നടത്തുകയാണ്. അതായത് അമേരിക്ക വെൽ പ്രിപ്പയർഡായി ഇറാനെ കയറി താങ്ങാൻ. അപ്പം അതിന് സപ്പോർട്ടീവ് സിസ്റ്റമായിട്ടുള്ള മറ്റുള്ള ബേസുകളും പ്രിപ്പയർഡായി, അവിടെയുള്ള അറബ് രാജ്യങ്ങളും പ്രിപ്പയർഡായി. ഈ ഒരു സന്ദർഭത്തിലാണ് പെട്ടെന്ന് ഇറാൻ പറഞ്ഞ് ഞങ്ങൾ തയ്യാറാണ്. അതായത് ഭയന്ന് വിറച്ചു. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇവർ പുറത്ത് പറയുന്നതല്ല, അകത്ത് കിടക്കുന്ന ഡ്രാമ. യാഥാർത്ഥ്യം അകത്ത് കിടക്കുന്ന സംഭവമാണ്. ആ ഭയമാണ് ഓരോന്നായിട്ട് ഇറാൻ്റെ ഭയം പുറത്ത് വന്നിട്ടാണ് അമേരിക്കയുടെ മുമ്പിൽ പോയി സറണ്ടർ ചെയ്ത് ഡിസ്കഷന് വന്നിരിക്കുന്നത്. അത് കേരളത്തിലെ സുഡാപ്പികൾ മനസ്സിലാക്കുക. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിളാണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മതതീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് അത് സംഭവിച്ചത്. മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്, മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചകളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി, നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച്
ഇതിന് ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.